ഒരു പെൺകുട്ടിനെ ഇംപ്രസ് ചെയ്യാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നമുക്കിവിടെയുള്ള പെൺകുട്ടിയോട് ചോദിച്ചു നോക്കാം, എന്ത് ചെയ്താലാണ് ഒരു പെൺകുട്ടി ഇംപ്രസ് ആവുക എന്നുള്ളത്. പൊക്കം വേണോ, അതോ നിറം വേണോ, അല്ലെങ്കിൽ പൈസ വേണോ, ഗവൺമെൻറ് ജോലി വേണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അവരെന്ത് മറുപടി പറയുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ആൺകുട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്താലാണ് ഇംപ്രസ് ആവുക? എങ്ങനെയാണ് നിങ്ങൾ ഇംപ്രസ് ആവുക? അങ്ങനെ വെച്ചാ ഇപ്പൊ ഒരുപാട് മുടി വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹൈറ്റ് വേണമെന്നുണ്ടോ, വണ്ണം വേണമെന്നുണ്ടോ, പൈസ ഒരുപാട് വേണമെന്നുണ്ടോ? അങ്ങനെയൊന്നല്ല. എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആണത് ഈ പറയുന്നത് എന്നെ കുറെ ഹാപ്പി ആക്കുമ്പോഴ് ഞാൻ കുറെ തമാശകളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഇംപ്രസ്ഡ്. ഫണ്ണി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഇംപ്രസ് ആവും. പിന്നെ ലുക്ക് വൈസ് എങ്ങനെയായിരിക്കും നിങ്ങൾ നോക്കുക? ലുക്ക് വൈസ് നോക്കുമ്പോ എനിക്ക് ഐസ് ഒക്കെ എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന. ഐസാണ് ഏറ്റവും കൂടുതൽ. ഹെയറോ? ഹെയർ മെനക്കുള്ള ഹെയർ ആണെങ്കിൽ കുഴപ്പമില്ല, മെനയുള്ള. എനിക്ക് ആക്ച്വലി വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടും വളരെ എഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എപ്പോഴും പിടിക്കാറ്. കുറച്ചും കൂടെ വൾണറബിൾ ആയിട്ടുള്ളവര് വെറുതെ ഇങ്ങനെ ഷോ ഓഫ് ചെയ്യാനൊക്കെ നോക്കി എനിക്ക് ഒട്ടും പിടിക്കില്ല. നിങ്ങൾ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പൊക്കം വേണം, അല്ലെങ്കിൽ ഒരുപാട് മുടി വേണം, താടി മീശ, അല്ലെങ്കിൽ BTSന്റെ ആ ഒരു ലുക്ക്? എനിക്ക് വളരെ ലൈക്ക് ഇമോഷണലി നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളെയാണ് എനിക്ക് എപ്പോഴും പിടിക്കാൻ. വേറെ അങ്ങനെ ഞാൻ എല്ലാവരും ലുക്ക് വൈസ് നോക്കൂലോ. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും കാണുന്ന ഒരു സംഭവം നോക്കൂലോ, അപ്പിയറൻസ് നോക്കൂലോ. അപ്പൊ എങ്ങനെയായിരിക്കും നോക്കുക? അങ്ങനെ ഞാൻ ശരിക്കും ആലോചിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ പക്ഷെ ഒരുപാട് പൈസ ഉള്ളവരെ വേണമെന്നൊക്കെയുള്ളൊരു ഗോസിപ്പ് എന്തായാലും നിങ്ങളുടെ പെണ്ണുങ്ങളുടെ ഇതിലുണ്ട്. ഒരുപാട് പൈസ ഉള്ളവരെയാണ് ഇംപ്രസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി വേണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള എനിക്ക് സ്വന്തമായിട്ട് എന്റെ കാര്യം നോക്കാമെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കാമെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുക, അത്രേ ഉള്ളൂ. എന്നെയോ ഐ മീൻ ഒരുപാട് പൊക്കം വേണോ, അല്ലെങ്കിൽ ഒരുപാട് പൈസ വേണോ? എങ്ങനെയാണ് ലുക്ക് വൈസ് ഒക്കെ? അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പം 3 സിസ്റ്റേഴ്സാണ്. അവരെ ഞാൻ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. എന്നാലും നമ്മള് ഓക്കെ, അതൊരു സൈഡ്. പക്ഷെ ലുക്ക് വൈസ് എന്തായാലും നോക്കുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ അട്രാക്ട് ആവുന്നത്? ഐ മീൻ പൊക്കം വേണം, മീശ വേണം. എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണം, അത്രേ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പൈസ ഇപ്പൊ ഒരുപാട് പെണ്ണുങ്ങൾക്കെതിരെ പറയുന്ന സംഭവമാണ് ഗവൺമെന്റ് ജോലി വേണം, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉള്ള ആൾക്കാരെയാണ് അവർ നോക്കുള്ളൂ എന്നുള്ള സംഭവമാണ്. ശരിക്കും അങ്ങനെയാണ് തോന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും ജീവിക്കാത്ത എത്ര പേരുണ്ട്. അപ്പൊ പൈസ അത്ര ഇമ്പോർട്ടന്റ് അല്ല. എപ്പോഴും ഹാപ്പി ആയിട്ട് വൈബായിട്ടിരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. ഗവൺമെന്റ് ജോലി ഇപ്പൊ വേണമെന്ന് നിർബന്ധമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലായാലും നിർബന്ധിക്കും? ഇല്ല, അങ്ങനെ വീട്ടിലൊന്നും ആർക്കും നിർബന്ധമില്ല. നമ്മുടെ ഫാമിലിയുടെ കൂടെ എന്റെ കൂടെയും ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആളായിരിക്കണം, അത്ര. അങ്ങനെ ഇംപ്രസ് ആവാൻ ഇന്ന കാര്യം വേണമെന്നൊന്നുമില്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ എന്താ പറയാ, മുടി ഇത്ര വേണം, അല്ലെങ്കിൽ വണ്ണം വേണം, അങ്ങനത്തെ പ്രിഫറൻസ് ഒന്നുമില്ല. ഒരാളുടെ സ്വഭാവമാണല്ലോ ഇമ്പോർട്ടന്റ്, സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പൈസ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ഉള്ള ഒരാളെയാണ് പെൺകുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്യുക? പൈസ വേണമെന്നില്ല. പൈസ നമുക്ക് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, നമുക്ക് ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്കതൊരു വിഷയമല്ല. അല്ല. അതെനിക്കറിയില്ല. അതിപ്പോ പല ആൾക്കാരും പല ടൈപ്പ് ഇത് കാണിക്കുമല്ലോ, അറിയാം. നിങ്ങക്ക് ഹൈറ്റ് വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഹൈറ്റ് വേണമെന്നുണ്ടോ, ഒരുപാട് പൈസ വേണമെന്നുണ്ടോ? ഒരുപാട് ഹൈറ്റ് ഇല്ല, അല്ല അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇന്ന ജോലി വേണമെന്നുണ്ടോ, ഗവൺമെന്റ് ജോലി വേണമെന്ന് നിർബന്ധമാണോ? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നല്ല ഹെയർ വേണം, നല്ല ഹെയർ വേണം, നല്ല ചിരി ഇരിക്കണം. അങ്ങനെ നമ്മള് നോക്കുമല്ലോ, ഒബ്വിയസ്ലി നമ്മള് നോക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്യും. ചിരിയും ഹൈറ്റ് ആണ് വേണ്ടത്. ഹൈറ്റ്, ഹെയർ, അങ്ങനെ നമ്മള് നോക്കുവാണെങ്കിൽ പിന്നെ നമ്മള് മൊത്തത്തിൽ നോക്കുമല്ലോ. ഇപ്പൊ ഒരുപാട് ലുക്ക് വൈസ് എങ്ങനെയാ നോക്കുക? ഒരു പൊക്കം വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ നിറം വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പൈസ വേണമെന്നുണ്ടോ? അതാണ് ഇപ്പൊ ഗേൾസിനെ പറ്റി പറയുന്നത്. ഒരുപാട് പൈസ ഒക്കെ ഉള്ളവരാണ് സ്നേഹിക്കുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ജോലി വേണമെന്നുണ്ടോ? ഒന്നുമില്ല. മെയിലിൽ എന്താണ് നിങ്ങൾ അട്രാക്ട് ആവുന്ന ഒരു, എന്തായാലും ഒരാളെ ലുക്ക് വൈസ് നോക്കാൻ ഒരു അട്രാക്ഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളുടെ ഇതെന്താണ്? ക്യാരക്ടറും പിന്നെ പേഴ്സണാലിറ്റി, അത് തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത്. നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്തിനാണ് ഇംപ്രസ് ആവാം?
അങ്ങനെയൊക്കെ ഒരുപാട് പൊക്കം വേണമെന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പൈസ വേണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ. പെരുമാറ്റം. എന്നാലും ലുക്ക് വൈസ് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇംപ്രസ് ആവാം? എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ലുക്ക് വൈസ് ആണോ നോക്കുള്ളൂ? ഫസ്റ്റ് അപ്പിയറൻസ് ആണ് എല്ലാവരും നോക്കുന്നത്. അതെന്താണ്? ഹെയർ ആണോ, കണ്ണാണോ, ഡ്രസ്സിങ്, ഡ്രസ്സിങ്, പിന്നെ പിന്നെ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ്. ഇവിടെയോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഓക്കെ.